ജപ്പാൻ ആയിക്കോട്ടെ, HK ആയിക്കോട്ടെ, TDR ആയിക്കോട്ടെ, അത് സെയിൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും മാർജിനിൽ വ്യത്യാസം വരുന്നുണ്ടോ? 2650 നിങ്ങൾക്ക് 15 Pro ആണ് കിട്ടുന്നത്. 3 month ഷോപ്പ് വാറണ്ടി, അതിന്റെ ഗ്ലാസ് പൊട്ടിട്ട് കവർ കേബിൾ നമ്മൾ ഇൻക്ലൂഡിങ് ചെയ്യും. ഓക്കെ, ഇതിപ്പോ നമ്മളത്തെ കൊടുക്കുന്നില്ല, നീ 800 ദിറംസിന് ഈ സാധനം കൊടുക്കുന്നത്. 800 ദിറംസ് നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഓഫർ പ്രൈസ് ഉണ്ട്. ഓക്കെ, 750 എല്ലാം ഇൻക്ലൂഡിങ് ആയിട്ട് ചെയ്തു തരും. എല്ലാം ഇൻക്ലൂഡ് ആയിട്ട്. കാരണം ഇത് അയക്കാത്ത പീസാണ്, അയച്ച പീസ് ഇതിനും വില കുറച്ച് തരാം. 3 Ultra ഇത് നമുക്ക് എത്ര വാറണ്ടി വരുന്നത്? 6 മാസം ആപ്പിൾ വാറണ്ടി ഉണ്ട്. ആപ്പിൾ വാറണ്ടി അല്ല, 6 മാസം സാംസങ്ങിന്റെ വാറണ്ടിയാണ്. അതിൽ തന്നെ അല്ലേ. ഹലോ മച്ചാമാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ല നമ്മളെന്താ ഈ ഒരു പകൽ വീഡിയോ എന്നുള്ളത്. സാധാരണ നമ്മളെല്ലാ വീഡിയോസും സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും, നൈറ്റിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യാറുള്ളത്. പക്ഷേ ഇന്നത്തെ വീഡിയോ പകൽ, അതായത് ഞായറാഴ്ച നമുക്ക് സമയം കിട്ടിയപ്പോൾ നമ്മുടെ ഫോക്കസ് കോർണറത്തെ വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അതായത് നമ്മുടെ യൂസർ ഐഫോണും അതുപോലെ തന്നെ യൂസർ സാംസങ് ഒക്കെ, അത് ഫ്ലാഗ്ഷിപ്പ് മോഡൽസ് ഒക്കെ ഇവരുടെ അടുത്ത് അവൈലബിൾ ഉണ്ട്. അപ്പോൾ കിഡിലും പ്രൈസാണോ അല്ലേ എന്നുള്ളൊക്കെ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പറയും, കമൻറ്റ് ഇടുക. അപ്പോൾ നമ്മളുള്ള ഈ ഒരു ലൊക്കേഷൻ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ബർദുബായ് അൽഫദി സ്ട്രീറ്റിൽ നമ്മുടെ ഓസ്റ്റർ ഹോട്ടലുണ്ടല്ലോ, അതിന് തൊട്ട് ബാക്ക് സൈഡിലായിട്ടാണ് ഈ ഒരു ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഞാൻ എന്തായാലും ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ ഗൂഗിൾ മാപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അതുപോലെ തന്നെ വരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും കൊടുക്കുക. ഞാൻ നേരെ ഷോപ്പിലേക്ക് കയറിയിട്ട് ഞാൻ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു കേട്ടോ. ഈ ഒരു പകൽ വെളിച്ചത്തിൽ അധികാരം കണ്ടിട്ടുണ്ടാവില്ല. ഓക്കെ, നമുക്ക് ഇവിടെ ലാപ്ടോപ്പിന് സെക്ഷൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ വാച്ചുകളുണ്ട്, അതുപോലെ തന്നെ പെർഫ്യൂംസ് ഉണ്ട്. ഓക്കെ, സോറി, അതുപോലെ തന്നെ നമുക്ക് പെർഫ്യൂംസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് യൂസർ ഫോൺ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും. ഇവിടെ തൊട്ടിട്ട് നമുക്ക് അവിടെ വരെ നമുക്ക് സ്റ്റോക്ക് വരുന്നുണ്ട്. അതിൽ നമുക്ക് ഈ ഒരു സെക്ഷനിൽ കംപ്ലീറ്റ് ഐഫോണും ഇവിടെയും ഐഫോണാണ്. പിന്നെ നമുക്ക് ഇവിടെ ആൻഡ്രോയിഡാണ് വരുന്നത്. ആൻഡ്രോയിഡിൽ നമുക്ക് എല്ലാ മോഡൽസും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡൽസൊക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, നമുക്ക് അവൈലബിൾ ഉണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വരുന്ന തുടങ്ങുന്നത് ഷപ്പി ബ്രോ. പിന്നെ വേറെ സംഭവം കൂടി, നമ്മുടെ ചില്ലുംകൂട്ടിൽ നമുക്കിവിടെ ഇവിടെയും സ്റ്റോക്ക് അവൈലബിൾ ഉണ്ട് കേട്ടോ. ഓക്കെ, അത് കണ്ടില്ലേ, ഇത്രയും സ്റ്റോക്ക് നമുക്ക് അവൈലബിൾ ഉണ്ട്. പിന്നെ ഐപാഡ് കാര്യങ്ങൾ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, ഹായ്, അസ്സലാമു അലൈക്കും. വെളിച്ചത്തിൽ ആദ്യമായിട്ടായിരിക്കും അല്ലേ? ഓക്കെ, വെളിച്ചത്തിനായിട്ടാണ് കുറേ കാലത്തിന് ശേഷം. ഓക്കെ, അതാണ് ഞാൻ കംപ്ലീറ്റ് ഒന്ന് കാണിച്ചു കൊടുത്തത്. അത് ആരെങ്കിലുമൊക്കെ പുതുതായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് എല്ലാവരും ഒന്ന് അറിഞ്ഞോട്ട് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഫസ്റ്റ് ഐഫോൺ ഏറ്റവും ടോപ്പ് മോഡൽ തുടങ്ങിയാലോ? തീർച്ചയായിട്ടും. അതാ ചെറുതെന്ന് തുടങ്ങണം. ഏതാണ് വേണ്ടത്? ടോപ്പ് മോഡൽ 50 Pro തുടങ്ങാം. ഓക്കെ, നമുക്ക് 16 അപ്പോൾ യൂസർ വരാൻ തുടങ്ങി. ഇടയ്ക്ക് വരുന്നതിന്റെ ഇടയ്ക്ക് പോക്കുണ്ട്. ഓക്കെ, ഇപ്പം നിലവിലുണ്ട് സാധനം? ഇപ്പം നിലവില്ല, 60 Pro ഇല്ല, പുതിയ ബ്രാൻഡ് മാത്രമേ ഉള്ളൂ. 15 Pro Max ഉണ്ട്. അപ്പോൾ നമുക്ക് മാക്സ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സോൾഡ് ഔട്ടാണ് സാധനം വരുന്നത്. നമുക്ക് 15 Pro നമുക്ക് യൂസ്ഡ് ഐഫോൺ. ഇതിപ്പോൾ നമുക്ക് ബോക്സ് ഉള്ളതാണോ ബോക്സ് ഇല്ലാത്തതാണോ നിലവിൽ? ഇതിപ്പോൾ ബോക്സ് ഉള്ള പീസാണ്. ഇനി നിങ്ങൾക്ക് 8 മാസം വാറണ്ടി ഉണ്ട്, അത് 4 മാസം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഫോണിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും നിങ്ങൾക്ക് ചെക്ക് ചെയ്യുക. അത്രയും നീറ്റായിട്ട് നമ്മൾ കാണിച്ചു തരുന്നത്. കാരണം ഒരു യൂസ്ഡ് ഐഫോൺ എടുക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നത് സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. നിങ്ങൾ നോക്കിക്കോളി, നമ്മളെ ക്യാമറയിൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ നമുക്ക് സ്ക്രീൻ കാർഡ് ഒട്ടിച്ചത്, അതാണ് നമുക്ക് ആ ഒരു തൊട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ. നമ്മൾ കൂടുതൽ കാണിച്ചിട്ട് തന്നെ കൊടുക്കാം സാധനം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് വേണമെങ്കിൽ സ്ക്രീൻ കാർഡ് ഊരിട്ട് കാണിച്ചു കേട്ടോ, ഡിസ്പ്ലേയിൽ സ്ക്രാച്ച് ഉണ്ടോ എന്നൊക്കെ. അപ്പോൾ നമുക്ക് ഇതിന്റെ പ്രൈസ് എങ്ങനെ വരുന്നത്? 15 നമുക്ക് 28 വരും, 2850 വരും. 2850 അറിയാൻ പറ്റില്ല. 8 മാസത്തോളം വാറണ്ടി ഉണ്ട്. ആപ്പിൾ തന്നെ ഗ്രേ കളർ അടിപൊളി സാധനം. ഓക്കെ, എന്നാലും നമുക്ക് ഈ ഒരു പ്രൈസിന് ബെസ്റ്റ് തന്നെയാണ്. ഇവിടെ നമുക്ക് ബൂസ്റ്റ് അങ്ങനത്തെ ഓർലിക്സ് അങ്ങനത്തെ പരിപാടി ഒന്നും ഒന്നുമില്ല. അതൊക്കെ ഒന്നുമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉള്ള ബാറ്ററി 98% ബാറ്ററി ഹെൽത്ത് ഉണ്ട്. ഇത് 98% ബാറ്ററി ഹെൽത്ത്. കാരണം ഇത് 15 സീരീസ് ആണല്ലേ? ഇത് 50 Pro തന്നെ. പക്ഷേ ഇതിന്റെ കുഴപ്പം എന്താ പറയുക, ഇനി ഓപ്പൺ ആയിട്ട് നമ്മൾ പറയാം. കാരണം ഇത് നിങ്ങൾ ജസ്റ്റ് കാണിച്ചു തരാം. ഇത് പ്രൈസ് കുറവാ. സ്ക്രാച്ച് എങ്ങനെ ഉണ്ട്? ഇത് നല്ല ഫുള്ള് സ്ക്രാച്ച് ഡിസ്പ്ലേ മേലെ. ഇതിന്റെ പ്രൈസ് കുറവാ. ഇത് എത്ര വരുന്നത്? 2650. 98. പക്ഷേ ഡിസ്പ്ലേ നല്ല സ്ക്രാച്ച് ഇല്ല കണ്ടാൽ. അതുകൊണ്ടാണ് ഡിസ്പ്ലേ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞത്, നമുക്ക് ഇങ്ങനെ നമുക്ക് ജസ്റ്റ് നോക്കുമ്പോൾ അത് നിങ്ങൾക്ക് ഫീൽ ആവുണ്ടോന്ന് അറിയില്ല. സ്ക്രാച്ച് ഉണ്ട് ഈ ഒരു സൈഡിലൊക്കെ നമുക്ക് സ്ക്രാച്ച് വന്നത്. ഇതെന്തായാലും നമുക്ക് ഡിസ്പ്ലേയിൽ സ്ക്രീൻ കാർഡ് ഉപയോഗിക്കാതെ യൂസ് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 15 Pro എടുക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് പറഞ്ഞ റേറ്റ് എത്ര? 2650 നിങ്ങൾക്ക് 15 Pro ആണ് കിട്ടുന്നത്. അതും ബെസ്റ്റ് പ്രൈസ് ആണ്. ഇതിനും ബ്രാൻഡ് 4 മാസം ആപ്പിൾ വാറണ്ടി ഉണ്ട്. 4 മാസം ആപ്പിൾ വാറണ്ടി ഉണ്ട്. നമ്മളിങ്ങനെ തന്നെ നമ്മൾ പ്രത്യേകം അയച്ച പീസ്, ഇങ്ങനത്തെ പീസ് നമ്മൾ വേറെ കുറച്ച് പറയും. പക്ഷേ ഇത് വീഡിയോ ഞാൻ പ്രത്യേകം നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല. നമ്മളധികം പറഞ്ഞ സ്റ്റാറ്റസ് പോയി നമ്മൾ കച്ചവടം. ഇന്ന് കണ്ട ചിലപ്പോൾ അടുത്ത മാസം ഷെബീറിന്റെ വീഡിയോ ഇറങ്ങുന്നത്. അതേസമയം നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ 50 Pro Max ഉണ്ടോന്ന് വെച്ചാൽ ഇല്ലാന്ന് പറയല്ല. ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു, ആ സ്റ്റാറ്റസ് വെച്ചാൽ സോൾഡ് ഔട്ട് ആക്കും.
കാരണം നമ്മൾ വീഡിയോയിൽ നോക്കണ്ട നമ്മളെ സേവ് ചെയ്യാൻ നമ്പർ സേവ് ചെയ്യാൻ നിങ്ങളെ നമ്പർ അയച്ചാൽ നിങ്ങളെ പേര് അയച്ചാൽ ഞാൻ സേവ് ചെയ്ത് വെച്ചാൽ അതിൻ്റെ ഡെയിലി അപ്ഡേറ്റിംഗ് കാണാൻ പറ്റും. ഇത് നിങ്ങൾക്ക് എന്താ വേണ്ടത്, ചിലപ്പോൾ ഇതിൽ കാണാത്ത സാധനം ചിലപ്പോൾ അതിലുണ്ടാവും. വേണ്ട സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം വാട്സപ്പ് പോയി അയച്ചു തരും. യു എയിൽ മൊത്തം ഡെലിവറി തരാം. യു എയിൽ മൊത്തം ഡെലിവറി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇതുപോലത്തെ ചെറിയ ചെറിയ ഡാമേജ് ഉള്ള ഫോണുകൾ, ഡാമേജേ അല്ല, സ്ക്രാച്ച് മാത്രമേ ഉള്ളൂ. ഇത് സ്ക്രാച്ച് മാത്രമാണ്, പക്ഷെ ഒരുപാട് ക്യാമറക്ക് കംപ്ലൈന്റ്, അതുപോലെ തന്നെ ഡിസ്പ്ലേ ക്യാമറ മാറ്റിയത്, ബാറ്ററി മാറ്റിയത്, അങ്ങനെയുള്ള പല ഫോണുകളും റേറ്റ് കുറവിൽ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അങ്ങനത്തെ സാധനം വീഡിയോ കാണിക്കുന്നില്ലെങ്കിൽ പോലും പേഴ്സണലായിട്ട് നിങ്ങൾ കോൾ ചെയ്തോ, ഞാൻ ഡീറ്റെയിൽസ് കാര്യങ്ങൾ തരാം. ഓക്കെ, നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് കുറച്ച് റീപ്ലൈ തരാൻ വൈകിയാലും നമ്മൾ റീപ്ലൈ. ഇതൊക്കെ കൂടാതെ നമുക്ക് ഷോപ്പ് വാറന്റി എത്ര വരുന്നത്? അതുണ്ട്, അത് നമ്മളെ ഉണ്ട് 3 months ഷോപ്പ് വാറന്റി. അതിന്റെ ഗ്ലാസ് പൊട്ടിട്ട് കവർ കേബിൾ നമ്മൾ ഇൻക്ലൂഡിങ് ചെയ്യും. ഓക്കെ, ഈ ഷോപ്പ് വാറന്റിയിൽ നമുക്ക് ഇൻക്ലൂഡ് അല്ലാത്ത കംപ്ലൈന്റുകൾ എന്തൊക്കെയാണ്? നമ്മൾ ഡിസ്പ്ലേ പൊട്ടുന്നതിന് നമ്മൾ വാറന്റി കൊടുക്കൂല. രണ്ടാം വെച്ചാൽ വാട്ടർ പ്രൂഫ് ആണെങ്കിൽ വെള്ളം കയറുന്നതിന് നമ്മൾ വാട്ടർ പ്രൂഫ് എന്നല്ല, വെള്ളം ഒരിക്കലും വെള്ളം കയറി നമ്മൾ ഇത് കൊടുക്കൂല, വാറന്റി കൊടുക്കൂല. അതുകൊണ്ട് അത് നിങ്ങളിപ്പോൾ പുതിയ ബ്രാൻഡ് മേടിച്ചു കഴിഞ്ഞാലും വാട്ടർ ഡാമേജ് നമ്മൾ വാറന്റി തരില്ല. ഓക്കെ, അത് നിങ്ങളായിട്ട് തന്നെ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്, നിങ്ങളതിനെ നോക്കേണ്ടി വരും. അത്രേ ഉള്ളൂ. ഓക്കെ, അത്രേ ഉള്ളൂ. അടുത്ത് നമുക്ക് 15+ നിലവിലുണ്ടോ? 50+ ഇല്ല, 40+ ഉണ്ട്. ഓക്കെ, നമുക്ക് 40+ പറയുന്ന പോലെ 40 Pro Max തുടങ്ങാം. നമുക്ക് എന്തായാലും. ഓക്കെ, 40 Pro Max 40 Pro Max മക്കളെ ഒരുപാട് സ്റ്റോക്ക് നമുക്ക് ഇവിടെ കേട്ടോ. കണ്ടില്ല, അത് പർപ്പിൾ കളറിനാണ് മൊത്തം. പർപ്പിൾ തന്നെയാണ് കൂടുതൽ ഇറങ്ങിയത്, പുതിയ മോഡല്. അതിന്റെ HK ഉണ്ട്, പിന്നെ 286 128 ഉണ്ട്. ഓക്കെ, നമുക്ക് ഇതിന്റെ റേറ്റ് ഒക്കെ എങ്ങനെ വരുന്നത്? HK ഒക്കെ അനുസരിച്ച് മാറ്റം വരും? അങ്ങനൊന്നുമില്ലപ്പാ, അയച്ചത് സ്ക്രാച്ച് അങ്ങനത്തെ പീസിന് മാത്രമേ വില. അതേപോലെ തന്നെ ഞാൻ വേറെ സംഭവം ചോദിക്കുന്നുള്ളൂ, ഒരുപാട് പേര് ചോദിക്കുന്നതാണ്. ഇപ്പോൾ നമ്മളൊരു ഫോൺ പുതിയതെടുത്ത്, ഇപ്പോൾ ഐഫോൺ ആയിക്കോട്ടെ, ജപ്പാൻ ആയിക്കോട്ടെ, HK ആയിക്കോട്ടെ, TDR ആയിക്കോട്ടെ, അത് സെയിൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും മാർജിനിൽ വ്യത്യാസം വരുന്നുണ്ടോ? ഒരിക്കലും ഇല്ല, ഒക്കെ സെയിം എന്നല്ലേ? എല്ലാം എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്, നമ്മളിപ്പോൾ HK TR അങ്ങനെയെല്ലാം പല വേഷം വരുന്നുണ്ടെങ്കിലും ഓരോ രാജ്യത്തിന്റെ വരുന്നുണ്ടെങ്കിലും ജസ്റ്റ് എക്സാമ്പിൾ പറയുന്നത്, നമ്മൾ ഒരു ബുള്ളറ്റ് വാങ്ങിച്ചു, ഞാൻ നോർമലായിട്ട് ഉപയോഗിക്കുന്നു, നീ അതിന് കുറച്ച് മോഡിഫിക്കേഷൻ ചെയ്ത് ഉപയോഗിക്കുന്നു, അത്ര വ്യത്യാസമുള്ളൂ. എല്ലാം കമ്പനി വേണ്ട ഒന്ന് തന്നെ, അതന്നെ അത്രേ ഉള്ളൂ. അതിനാണ് സെക്കൻഡിന് അത്ര വില, ഇതിന് അത്ര ഒന്നുമില്ല. നമ്മുടെ ബ്രാൻഡ് സാധനങ്ങളിൽ വ്യത്യാസമുണ്ട് പ്രൈസിൽ. ചിലപ്പോൾ ജപ്പാന് പ്രൈസ് കുറവായിരിക്കും, ചിലപ്പോൾ TRക്ക് വില കൂടുതൽ, ചിലപ്പോൾ TRക്ക് കുറവ്. സെക്കൻഡ് സെയിം ആണല്ലോ, സെക്കൻഡ് ഒക്കെ സെയിം ആണ്. അപ്പൊ നിങ്ങൾ ചോദിച്ചോണ്ടാണ് നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്തത്. ടെൻഷൻ ആയ വേണ്ട, അതെല്ലാം ഒരേപോലെ തന്നെ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം, ഏത് വേണമെങ്കിലും സെയിൽ ചെയ്യാം. നമ്മളില്ല, ഇനിയിപ്പോ ഒരു സാധനം കൊണ്ടുവരുമ്പോ TR ആണോ ജപ്പാനാണോ അല്ലെങ്കിൽ മറ്റേ വേറെ രാജ്യത്താണോ നമ്മൾ നോക്കൂല. നമ്മൾ ഈ സാധനം ചെക്ക് ചെയ്തിട്ട് വാട്ടർ പ്രൂഫ് ആണോ മറ്റേ വാറന്റി ബാക്കിയാണ് നമ്മൾ നോക്കി അങ്ങ് എടുക്കും. എല്ലാം ആപ്പിളിന്റെ പ്രൊഡക്റ്റ് ആണല്ലോ, പിന്നെ നമ്മൾ ടെൻഷൻ. അതാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഇതിന്റെ പ്രൈസ് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തു. സോറി, ഇതിന്റെ അല്ല, നമ്മളെ ഇതിന്റെ പ്രൈസ്. അതിന്റെ പ്രൈസ് എങ്ങനെ വരും? പ്രൈസ് കൊടുത്തില്ല നമ്മള്. 40 Pro Max 120 നമുക്ക് 2450 കൊടുക്കാം. 2450. ഇതേപോലെ നമുക്ക് 256 ഉണ്ട്. 89% 90 ഉണ്ട്. അതിന് നമുക്ക് കൊടുക്കുന്നത് ഇതിനൊന്നും ആപ്പിൾ വേണ്ടില്ല, ആപ്പിൾ വേണ്ടിയാലും കാര്യമില്ല. പക്ഷെ നമ്മള് ഷോപ്പ് വേണ്ടിണ്ട്, അയക്കാത്ത പീസാണ്, വാട്ടർ പ്രൂഫ് ആണ്. നമുക്കത് കൊടുക്കാം 2750 2750. 2750. ഇതിൽ നമുക്ക് 500 ഉണ്ട്. 512 HK ആണുള്ളത്. ഇതെങ്ങനെ HK നമുക്ക് 2900 കൊടുക്കാം. 2900. ഓക്കെ, നമുക്ക് 1 TB ഒന്നുമില്ലല്ലോ. പിന്നെ നമ്മൾ ഇനി നേരത്തെ പറഞ്ഞ കാര്യം, ഇതിന് ചെറിയ പ്രശ്നമുണ്ട്. ഈ സാധനം ഇതിന് നമ്മൾ കൊടുക്കുന്നത് വെച്ചാൽ 1900 ഈ സാധനം കൊടുക്കും. 40 Pro Max 250, ഏകദേശം 900 രൂപയുടെ വ്യത്യാസത്തിൽ കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഡിസ്പ്ലേ ചേഞ്ച് ഒന്നുമില്ല, ചെറിയൊരു ഡോട്ട് ഉണ്ട് അല്ലേ? ഓക്കെ, ആ ഡോട്ട് കൂടുന്നില്ലല്ലോ? ഇല്ല, കൂടുന്നില്ല. ചിലപ്പോൾ അവന്റെ ബാക്കി കിടന്ന് കുടിക്കാനൊന്നും ചെയ്യാൻ ഡിസ്പ്ലേ മാറ്റേണ്ടി വരും. അത് നമ്മൾ ഓപ്പറേറ്റ് തന്നെ പറഞ്ഞു. കിട്ടുന്നത് നമ്മൾ ഓപ്പറേറ്റ് കാര്യം ഇതുവരെ അയച്ചിട്ടില്ല സെറ്റ്. ജസ്റ്റ് ഒന്ന് കഴിവെന്ന് കൊണ്ടാണ് അവന്റെ എനിക്കൊന്ന് ശേഷം 5 മാസം ഈ ചെറിയൊരു ഡോട്ട് അങ്ങനെ തന്നെ ഉണ്ട്. പക്ഷേ എടുക്കുന്ന കസ്റ്റമർക്ക് പേടിയാണ്, കാരണം അത് ഭാവിയിൽ എന്തെങ്കിലും ആവും. അതുകൊണ്ടാണ് പറയുന്നത്. കാരണം 1,900 സാധനം പൂർവ്വം 1,900 വെച്ച് 1000 നിർമ്മിച്ച വ്യത്യാസമില്ല തരുന്നത്. നിങ്ങൾ ഡിസ്പ്ലേന്റെ പ്രൈസ് കുറച്ചിട്ട് തന്നെ സാധനം തരുന്നത്, അങ്ങനെ പേരാറണ്ട. അങ്ങനെ ഒരിക്കലും ചാൻസ് വളരെ 99% അത് വലുതാൻ ചാൻസ് ഇല്ല. പിന്നെ നിലത്ത് പിന്നെയും വീണ് കഴിഞ്ഞാൽ എനിക്ക് പറയാനും പറ്റില്ല. അടുത്ത നമുക്ക് 14 Pro ഗോൾഡ് ഉണ്ട്, പർപ്പിൾ. നമ്മൾ ഇതിൽ തന്നെ മാക്സ് സീരീസ് തന്നെ ഇപ്പൊ നമുക്ക് ബാറ്ററിയിലൊക്കെ എങ്ങനെ വരുന്നത്? 89, 91, 86, 83 എല്ലാം ഉണ്ട് ആ റേറ്റിന്. അത് ഞാൻ ഇപ്പം പറഞ്ഞത് അതിനൊന്നും പ്രൈസ് വ്യത്യാസമല്ല. അയച്ചതും മറ്റേ ഡിസ്പ്ലേ അങ്ങനത്തെ പീസിന് മാത്രമേ വില കുറയൂ. ബാക്കി അയക്കാത്ത പീസിന് നിങ്ങൾ 83ന്റെ മേലോട്ട് എല്ലാത്തിനും സെയിം പ്രൈസാണ്. അതിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. ഇനി അടുത്ത് നമുക്ക് 14 Pro നമുക്ക് ഈ 286 ഗോൾഡ് ഇടാം. 14 Pro നമുക്ക് കണ്ടില്ല ഈ ഒരു ലെവലിൽ ടോപ്പ് വരെ സ്റ്റോക്ക് സംഭവം. ഇത് പ്രോണേ, ഇത് വീടാൻ പറ്റുള്ളൂ. 40 Pro അത് വരും. 40 Pro വരും, ഇഷ്ടംപോലെ വരും. ഇപ്പൊ നിലവിൽ മാർക്കറ്റിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഏതാണ്?
വേറെ കളിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ നമുക്ക് 30 Pro ഉണ്ട്. 30 Pro ഇപ്പോഴും 30 Pro മാക്സ് ഭയങ്കര ഭയങ്കര സംഭവമാണ്. കാരണം വെച്ചാൽ അതിന് മാത്രം കൂടുതൽ എൻക്വയറി ഉള്ളൂ. അതിന് പ്രൈസ് ഇതുവരെ കൊണ്ടില്ലല്ലോ, ഒരേ വില തന്നെ നിൽക്കുന്നുണ്ട്. നിങ്ങൾ ഇത് നോക്കി 30 Pro ജസ്റ്റ് പറയണോട്ടെ, കുഴപ്പമില്ലല്ലോ. 30 Pro Max 286 ഇപ്പോൾ നമ്മൾ നോക്കുന്നത് 2350. 2350 2300 2350. ഞാൻ മറ്റേ സാധനത്തിന് പറഞ്ഞാൽ 2750 40 Pro Max ഉള്ളൂ. എത്ര പൈസ വ്യത്യാസമുള്ളൂ? ചെറിയ പൈസ തന്നെ. അതിനിപ്പോൾ 10-200 കൊടുത്താൽ പോകും. മറ്റേ 40 Pro Max എടുക്കുന്ന ആൾ വരെ ചേഞ്ച് ആക്കിയിട്ട് 30 Pro Max പോകുന്നത്. എന്താ സംഭവം എനിക്കറിയില്ല. നല്ല മാർക്കറ്റിലുള്ള ഫോണല്ലേ. 512 GB ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന എത്ര ഇനി 2450. അതിന് 128 ആണെങ്കിൽ 2100 കൊടുക്കും. ആ റേറ്റിന് വരും. അതെ 30 Pro Max അല്ലേ? 30 Pro Max. ഇപ്പൊ ഇതിൽ നമുക്ക് ബാറ്ററി ഹെൽത്ത് ഒക്കെ എങ്ങനെയാണ് 30 Pro Max? 30 Pro Max 30 Pro Max എല്ലാം 86 85 86 അങ്ങനെ റേഞ്ചിൽ തന്നെ ഉണ്ട്. 85 താഴത്തൊന്നുമില്ല, എല്ലാം 85 മേലോട്ടുള്ളൂ. ഓക്കെ. ഇതെന്ന് വെച്ചാല് മാർക്കറ്റിൽ അധികം റീപ്രൊവിഷനാണ് സാധനം വരുന്നത്. നമ്മളത് ചെയ്യില്ല, എനിക്കറിയാലോ. നമ്മൾ ഈ കാണാം പെട്ടിക്കണക്കിന് സാധനം കൊണ്ടിട്ട് ഇങ്ങനെ വെക്കുന്നത്. നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല. നമ്മുടെ ഉള്ള സാധനം മാത്രം നമ്മൾ സെയിൽ ചെയ്യുന്നുള്ളൂ. നമ്മൾ മാർക്കറ്റായിട്ട് ഒരു ബന്ധമില്ല. നമ്മളെ വില എന്ന് വെച്ചാൽ ചിലപ്പോൾ കൂടുതലായിരിക്കും, ചിലപ്പോൾ കുറവായിരിക്കും. കാരണം വെച്ചാൽ നമ്മൾ മാർക്കറ്റെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത്, നമ്മുടെ കസ്റ്റമർ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സെയിൽ ചെയ്യുന്നത്. കാരണം നിങ്ങൾ ബ്രാൻഡ് നിങ്ങൾ എവിടെ പോയിട്ട് വാങ്ങിച്ചോ, പക്ഷേ ബ്രാൻഡ് കൊടുക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഫോൺ ചെയ്യാൻ, നമ്മുടെ പ്രൈസ് ഒന്ന് അന്വേഷിക്കുക. കാരണം ചില നമ്മുടെ വില കുറവ് നമ്മുടെ എടുത്തോ, നമ്മുടെ തന്നെ എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾ കൂടുതൽ ബ്രാൻഡ് തന്നെ ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്ക് എക്സ്ചേഞ്ച് വരുന്നത്. നിങ്ങൾ ഏത് പഴയ ഫോൺ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ ഫോണിലേക്ക് തരും. അപ്പോൾ എന്തായാലും നമുക്ക് 14 Pro റേറ്റ് അങ്ങനെ വരുന്നത് 2300 നമുക്ക് 128 കൊടുക്കാം, 2450 250 കൊടുക്കാം. ഇതിൽ നമുക്ക് ബാറ്ററി ഹെൽത്ത് ഒക്കെ എങ്ങനെ വരുന്നത്? അതിന് 88 ആ ലെവലില്. അതേപോലെ തന്നെ ഇതാ 40 Pro നേരത്തെ പറഞ്ഞു, ഇത് ബാറ്ററി ചേഞ്ചാ. ബാറ്ററി ഇതൊക്കെ അണ്ണോ പാട്ടോ. ഓക്കെ, നമ്മൾ കൊടുക്കുന്ന വെച്ചാൽ 13 Pro 128 GB 1800. പക്ഷെ 500 രൂപ വ്യത്യാസത്തില്ല, കാരണം ബാറ്ററിന്റെ പ്രൈസ് കൊടുത്തിട്ട്. വേറെ നമ്മൾ അയച്ച് മാറ്റിയ പീസാണ്. കാരണം നമുക്ക് അത് ഒരിക്കലും ബാറ്ററി ഹെൽത്ത് ഇവരെ കാണിക്കില്ല. എനിക്കറിയാലോ, ഒറിജിനൽ ബാറ്ററി ഇട്ടാൽ പോലും അതിന് അണ്ണോപ്പാട്ട് കാണിക്കില്ല. കാരണം ആപ്പിൾ സ്റ്റോറിനുണ്ടെങ്കിൽ ആപ്പിൾ ജനുപ്പാട്ട് കാണിക്കും, നമ്മൾ ഇട്ടതിന് അണ്ണോപ്പാട്ട് കാണിക്കും. കാരണം വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, അത് നിങ്ങൾക്ക് 500 രൂപയോളം ബാറ്റിന്റെ പ്രൈസാണ് അതിന് കുറച്ചിട്ട് 1800 തരുന്നത്. 2300 സാധനം. അതെനിക്ക് ചിന്തിച്ചാൽ മതി. നമ്മളെ എല്ലാം ഓപ്പണായിട്ട് കാര്യം വേണ്ട കൊടുക്കുന്നത്. അല്ലാണ്ട് ഇതിന് ബാറ്ററിക്ക് നമ്മൾ വാറണ്ടി കൊടുക്കില്ല എന്നല്ല, ബാറ്ററിക്ക് അതേപോലെ നമ്മൾ വാറണ്ടി കൊടുക്കും. പക്ഷെ ഇത് വാട്ടർ പ്രൂഫ് പോകും, അയച്ചല്ല സെറ്റ്. അത് കസ്റ്റമർക്ക് പറഞ്ഞിട്ട് തന്നെ കൊടുക്കുന്നത്. അപ്പൊ എല്ലാവരും വാട്ടർ പ്രൂഫ് എന്ന് പറഞ്ഞാൽ ഞാനായാലും നീ ആയാലും പോയി വെള്ളത്തിലിടുക. നമ്മൾ ആപ്പിൾ സ്റ്റോറിൽ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് വാട്ടർ പ്രൂഫ് തന്നെ നമുക്ക് ചെയ്തെല്ലാവരും നമുക്കും ചെയ്യാൻ പറ്റും വാട്ടർ പ്രൂഫ്. പക്ഷെ അയച്ചത് നമ്മൾ ഓപ്പണായിട്ട് പറയണം. നാളെ മറ്റന്നാൾ അത് വെള്ളം കയറിയിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് പറഞ്ഞില്ല, നാളെ ഒരു പേര് വരണല്ലോ, നമുക്ക് ഓപ്പണായിട്ട് കാര്യം പറഞ്ഞാൽ പോലെ. എന്തിനും ടെൻഷൻ ചെയ്യും, യൂസർ അല്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ 14 Pro പറഞ്ഞു. ഇനി നമുക്ക് 14 40 പ്ലസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു 40 പ്ലസ് അവിടെ വെച്ചിട്ടാ 14 പ്ലസ്. ഓക്കെ, 14 പ്ലസ് 512 നമുക്ക് കൊടുക്കാം 2000. പിന്നെ ഇതാണെങ്കിൽ 286 1800. ഓക്കെ, ഇതിന് അത്യാവശ്യം സ്ക്രാച്ച് ഉണ്ട് കേട്ടോ. ഇതിന് വെച്ചാൽ കവർ ഇട്ടിട്ട് സ്ക്രാച്ച് ഉണ്ട് കാണാം. സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ അത്ര വലിയൊന്നുമില്ല, എന്നാലും പറഞ്ഞതല്ലോ. ഓക്കെ, ഇതിൽ നമുക്ക് 128 ഉണ്ട്. അപ്പോൾ നല്ലൊരു 128 അതിൻ്റെ ഇല്ല, 286 500 പോകുന്നുണ്ടോ, രണ്ടും നല്ലതാണ്. ഇനി നമുക്ക് 14 ഉണ്ട് നല്ലൊരു 98% ബാറ്ററി ഹെൽത്തുണ്ട്. ഇത് 98%. ഇത് കാണിച്ചു കൊടുത്തെങ്കിൽ അത്യാവശ്യം നല്ല സ്ക്രാച്ച്. ഇത് നല്ല സ്ക്രാച്ച് ഉണ്ട് കേട്ടോ, സൈഡിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. കവർ ഇട്ടാൽ തിരിയൊന്നുമില്ല, കവർ മാത്രം മനസ്സിലാവും. അങ്ങനെ സ്ക്രാച്ച് ആയതുകൊണ്ട് റേറ്റ് കുറവുണ്ട്. അതിന് 1450 1450 1450 കൊടുക്കാം. 128 GB അത് സ്ക്രാച്ച് ഉള്ളതുകൊണ്ടാണ്, അല്ലാത്തതിന് വില കൂടുതലാണ്. 1600 വില ഉണ്ട്, റേറ്റ് ഉണ്ട്. ഓക്കെ, പക്ഷെ ഇതൊക്കെ എടുക്കുമ്പോൾ നമുക്കൊരു 1000 ചെറിയ ചെറിയ എമൗണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രോ സീരീസ് തന്നെ നമുക്ക് എടുക്കാൻ മാറ്റാൻ പറ്റും. കാരണം അത്രയും ഇപ്പൊ റേറ്റ് ചില ആൾ അങ്ങനെയല്ല. അതിന് സത്യസന്ധമായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. ചില ആൾ ഐഫോൺ 12 മിനി മുതൽ 30 മിനി വരെ പ്രൈസ് എപ്പം കുറഞ്ഞു നോക്കുന്ന ഒരുപാട് കസ്റ്റമർ. കാരണം എല്ലായിടത്തും നമ്മൾ വരുന്നതിലെ ഒരു ബഡ്ജറ്റിൽ നിന്നിട്ട് അതൊരു ആഗ്രഹിച്ച് വാങ്ങിക്കുന്ന സാധനങ്ങളുണ്ട്. അതിൽ നമ്മളിപ്പോൾ കുറച്ച് ഇപ്പം പറഞ്ഞില്ലേ, ഒരു 1700 രൂപൻ്റെ സാധനം 1650 രൂപ ഞാൻ ചെറിയ സ്ക്രാച്ച് മതി 10-200 രൂപ കുറക്കുമ്പോൾ എത്ര പൈസ വ്യത്യാസം വന്നു നാട്ടിൽ. എന്നാൽ അതുപോലും വാങ്ങിക്കാൻ കഷ്ടമുണ്ട്. കാരണം ആപ്പിൾ എടുക്കുന്ന ഒരുപാട് ഡ്രീമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, അതിനനുസരിച്ചുള്ള വില കുറച്ച് തരുന്നത് കൊണ്ട് തന്നെ, കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറയുന്നത് കൊണ്ട് തന്നെ. കാരണം ബഡ്ജറ്റ് അത്രയാണ്. നമ്മൾ വിചാരിച്ച നോർമൽ ബഡ്ജറ്റ് അല്ലേ, വലിയ വലിയ ബഡ്ജറ്റാ. ഇതൊക്കെ ഇതിന്റെ ബാറ്ററി നമ്മൾ പറഞ്ഞു, ഇതൊക്കെ നമുക്ക് അങ്ങനെ ബാറ്ററി തരുന്നത് 40 പ്ലസ്. അതിന്റെ 85 ഉണ്ട്, രണ്ടും 85 ആണ്. 85 ആ ലെവലല്ലേ. ഓക്കെ, ഇനി നമുക്ക് 40 നമുക്ക് 286 ഉണ്ട്. അപ്പോൾ നല്ലൊരു ഇല്ല 13 ഉണ്ടാവും, 286 128 ഉണ്ട്. ഓക്കെ, നമ്മൾ 30 Pro Max പറഞ്ഞു പ്രൈസ്. ഇനി നമുക്ക് 13 Pro. 30 Pro നമ്മൾ വില പറഞ്ഞില്ലേ? 30 Pro നമ്മൾ പറഞ്ഞിട്ടില്ല, 30 Pro Max പറഞ്ഞു. 30 Pro പറഞ്ഞിട്ടില്ല, നമുക്ക് 1700 120 30 Pro കൊടുക്കാം. ഓക്കെ, 256 GB 1800 കൊടുക്കാം.
1,800 അല്ലേ? 100 നിമിഷം വ്യത്യാസം അങ്ങോട്ട് കൊടുത്തരാം. വെയിൽ അവിടെ നിന്ന് അടിക്കുന്നതുകൊണ്ട് ഭയങ്കര ബ്രൈറ്റായിട്ടാണ് കാണുന്നത്. ഓക്കെ, കണ്ടില്ലേ? ജസ്റ്റ് കണ്ടില്ലേ? ഇത് നമുക്ക് റേറ്റ് ഓൾറെഡി ഇപ്പോൾ പറഞ്ഞു. ഇതൊക്കെ ബാറ്ററി ഹെൽത്ത് എങ്ങനെയായിരുന്നു? അതിന് 88, 82 ഉണ്ടായിട്ടുണ്ട്, 85 ഉണ്ടായിട്ടുണ്ട്. ഓരോ 80 താഴോട്ട് വരുന്നുണ്ടോ? ഇല്ല, അതില്ല ഇപ്പോൾ റെഡിയിൽ. ബാറ്ററി സർവീസ് ഇല്ല, ഇപ്പം ഇല്ല. ഓക്കെ, വരുന്നുണ്ട്, വരലുണ്ടല്ലോ സാധനം. നമ്മളിപ്പോൾ ബൂസ്റ്റിങ്ങിന് വരുന്നില്ല. ബൂസ്റ്റിങ്ങിന് 2 മിനിറ്റ് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും, നമ്മൾ ചെയ്യുന്നത്. കാരണം 3 മന്ത് നമ്മൾ ചെക്കിംഗ് പോയിന്റ് കൊടുക്കുന്നത്. ബൂസ്റ്റ് ചെയ്താൽ എന്താ 2 ആഴ്ചയിലുണ്ട് എത്ര ചെയ്ത് അതേ ലെവലിൽ തന്നെ എത്തും, പിന്നെ തിരിച്ചിങ്ങോട്ട് വരും. ഓക്കെ, അതാണ് പ്രശ്നം. 30 Pro നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് 13 ആണെങ്കിൽ നമുക്ക് 128 GB കൊടുക്കുന്നത് 1,200 കൊടുക്കാം. 1,200 അല്ലേ? പിന്നെ 256 GB 1,500 കൊടുക്കാം. ഓക്കെ, പിന്നെ അത് രണ്ടല്ലോ, 512 ഇല്ലല്ലോ. ഓക്കെ, 13 നമുക്ക് ഇങ്ങനെ ബാറ്ററി ഹെൽത്ത് വരുന്നത്? 13 എൻ്റെ അടുത്ത് ഉള്ളത് 92 പിന്നെ 88 87 82 എല്ലാം ഉണ്ട്. എല്ലാ ബാറ്ററി ഹെൽത്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് 13 മിനി ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളൊരു മോഡലാണ്. 12 മിനി നമ്മളെ ചങ്ക്. ലൈഫിനാണെങ്കിൽ 12 മിനി കൊണ്ട് എനിക്കറിയാലോ. ഇപ്പൊ മിനി സീരീസ് സംഭവം ഉണ്ടല്ലോ, ഇതിപ്പോ ഒരു എന്താ പറയാ, ഇത് 12 മിനിയാണ്. ഇത് മാർക്കറ്റിൽ ഒരു ആളുകൾക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിക്കുന്ന ഒരു മോഡലായി. കയ്യിലൊതുങ്ങും സാധനം, അതാണ് ഇതിന്റെ പ്രത്യേകത. ഓക്കെ, 30 മിനി നമുക്ക് കാണിച്ചു കൊടുത്തു. ഞാൻ 30 മിനി 30 മിനി നമുക്ക് എത്ര കൊടുക്കുന്നതാണ്? എത്ര? വെറും 900 രൂപ കൊടുക്കാം. വെറും 900-ന് 128 GB കൊടുക്കും. അത് നിങ്ങൾക്ക് ഏറ്റവും നല്ല ഓപ്ഷൻ ഞാൻ നിങ്ങൾക്ക് പറയാം. നിങ്ങൾ 12 മിനി എടുത്തോ, 600-ന് 64 തരാം, 256 128 750 തരാം. ആ റേറ്റും തരാം. അല്ലേ? ഇതൊക്കെ എങ്ങനെ ബാറ്ററി ഹെൽത്ത് തരുന്നത്? 30 മിനി ഒക്കെ 30 മിനി ഇതെല്ലാം ഉണ്ട്, 82 85 ഉണ്ട്. ഇതെല്ലാം അയക്കാത്ത പീസാ. ഓക്കെ, ആ റേറ്റ് വരുന്നില്ല. എല്ലാം ഉണ്ട്. ഇത് 12 മിനി ആണെന്നുണ്ടെങ്കിൽ റേറ്റ് ബാറ്ററി മിനി സർവീസ് ഉണ്ട്, ഡിസ്പ്ലേ മാറ്റിയതും ഉണ്ട്. എല്ലാം പിന്നെ 10 300 400 രൂപ കിട്ടും. ഡയറക്റ്റ് വിളിച്ചാൽ മതിയേ. ഒരുപാട് ഓൾഡ് മോഡൽ ആയതുകൊണ്ടാണ്. പക്ഷെ അതിന്റെ നല്ല പീസിന് അയക്കാത്ത പീസിന് വരുന്നത് 128-ന് വരുന്നത് 750, 64-ന് 600 തമ്മിൽ വരും. ആ റേറ്റും വരും. ഇനി നമുക്ക് 30 മിനി തന്നെ നമുക്ക് 12 മിനി പീസ് ഉണ്ട്. ഓക്കെ, അതിന് നമുക്ക് കൊടുക്കുന്നത് 850-ന് 850 അല്ലേ? 850. ഓക്കെ, ഇനി നമുക്ക് 30 മിനിയിൽ വേറെ സീരീസ് GB വരുന്നുണ്ടോ? 30 മിനിയിലില്ല, 120 മാത്രമേ ഉള്ളൂ. 120 മാത്രമേ ഉള്ളൂ. 12 Pro Max എങ്ങനെ റേറ്റ് വരുന്നത്? 12 Pro Max അടിപൊളി പീസ് ഉണ്ട്, 256 GB. ഓക്കെ, ഗോൾഡ് കളർ 90% ബാറ്ററി അടുത്തുണ്ട്. അത് നമുക്ക് കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര കൊടുക്കാം. പറഞ്ഞോളി. അതിന്റെ മേലെ വെറുതെ പ്രൈസ് ഇട്ട് അടിച്ചിട്ടുണ്ട്, 1,600 കൊടുക്കാം. 1,600 12 Pro Max ആണ് കിട്ടുന്നത്. 256 GB 90% ബാറ്ററി ഹെൽത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കൊള്ളാം. ഇതിന് നമുക്ക് ഇതിൽ തന്നെ അയച്ച പീസ് ഒരുപാടുണ്ട് കേട്ടോ, 2-3 പീസിന്റെ അയച്ച തന്നെ. അതിങ്ങനെ റേറ്റ് കുറവുണ്ടോ? അതിനുണ്ട് 1,350 1,400 സാധനം അയച്ച പീസ് ആണെന്നുണ്ടെങ്കിൽ ആ ഓപ്പണായിട്ട് കാര്യം പെട്ടെന്ന് കൊടുക്കുന്നത്. ഓക്കെ, അതേപോലെ നമുക്ക് അതിൽ 128 ഉണ്ടോ? 128 നമ്മൾ കൊടുക്കുന്നത് 1,400, 256 GB 1,600, 1,550, 1,350, 1,400 നമുക്ക് 128 കൊടുക്കും. അത് സ്ക്രാച്ചും കാര്യങ്ങളും അയക്കാത്ത പീസിനെ അങ്ങനെ പറയുന്നത്. അയച്ച നിങ്ങൾ ഡയറക്റ്റ് വിളിച്ചാൽ വില കുറച്ച് തരാം. 512 ആണെന്നുണ്ടെങ്കിൽ 512 ഇപ്പോൾ നിലവിൽ എൻ്റെ അടുത്ത് ഉണ്ട്, ഒരു പീസ് ഉണ്ട് 90% ഉള്ള. അതിന് 1750 1750 ഗോൾഡ് കളർ തന്നെ. ഓക്കെ, ഇനി നമുക്ക് പിന്നെ അതിന്റെ ശേഷം നമ്മള് 12 Pro മാക്സിലൊക്കെ നമുക്ക് ബാറ്ററി ഹെൽത്ത് കുറഞ്ഞത് കൂടിയൊക്കെ വരുന്നുണ്ടോ? അതുണ്ട്, 80 നമ്മളത് 78 ഉണ്ട്, 77 സർവീസ് ഇല്ലാണ്ട്. സർവീസ് ഉള്ളതുകൊണ്ട് അത് നമ്മൾ ബൂസ്റ്റ് ചെയ്യാത്ത എന്തോ ബാറ്ററി മാറ്റാത്ത എന്താ കസ്റ്റമർ ഓപ്പൺ ആയിട്ട് പറയും. അതും നമുക്ക് 1 കൊല്ലം വരെ ഒത്തു. ഒരു ഒറിജിനൽ ബാറ്ററി മാറ്റേണ്ട കാര്യമില്ല, ഉണ്ടമാരെ മാറ്റേണ്ട അങ്ങനെ തന്നെ വെച്ചിട്ടുള്ളത്. ഇത് ബാറ്ററി ചേഞ്ച് ആണ്. ഓക്കെ, ഇത് ബേസ് ആയിട്ട് വർക്ക് ചെയ്യില്ല. ഓക്കെ, ഇതെന്താ പറയുക, ഈ ബാറ്ററി ചേഞ്ച് ആണ്, ക്യാമറ ചേഞ്ച് ആണ്. ഈ 3 പീസ് നല്ലല്ലോ, നമ്മൾ കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് തന്നെ പറയാം. എന്നിട്ട് വില കുറച്ചിട്ട് കൊടുക്കും സാധനം. അപ്പൊ നല്ല റേറ്റിൽ വ്യത്യാസം ഉണ്ടാവല്ലോ? നല്ല വ്യത്യാസം ഉണ്ടാവും. കാരണം നമ്മൾ കാര്യങ്ങളില്ലേ, ഇതിപ്പോ നമ്മൾ പറയുന്നത് ഒന്നും ചെയ്യാൻ, ഇതിപ്പോ ജസ്റ്റ് എക്സാമ്പിൾ, ഇതിപ്പോ നല്ലതെന്നിട്ട് നമ്മൾ കൊടുക്കുന്നത്. നാളെ രാവിലെ ഇതിന് തിരിച്ചു വരും. കാരണം പൈസ അടി വർക്ക് ചെയ്യുന്നില്ല സാധനം. അപ്പോൾ നമ്മൾ കളവ് പറയില്ല, അതുകൊണ്ട് ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ പറയും. ഇങ്ങനെ പ്രശ്നമുണ്ട്, ഇതിന് ഇത്ര വില കുറയ്ക്കും, ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം വരുന്ന അതിന്റെ പോലും ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് കൊടുക്കും. എടുക്കുന്നുണ്ട് എടുത്തോട്ടെ, കാരണം വെച്ചാൽ നമുക്കെല്ലാം അയക്കാത്ത പീസുകൾ ഉണ്ടല്ലോ വേറെ, അത് കൊടുക്കാമല്ലോ. ഇതിപ്പോ നമ്മളത്തെ കൊടുക്കുന്നത് 800 ദിർഹംസിന് ഈ സാധനം കൊടുക്കുന്നത്. 800 ദിർഹംസ് 12 റേറ്റ് കുറവാണ് കൊടുക്കുന്നത്. അതിന്റെ കാരണം വെച്ചാൽ ഫേസ് ആയിട്ട് വർക്ക് ചെയ്യില്ല. നമ്മള് അതിന്റെ പകരം നമുക്ക് നമ്പർ ലോക്ക് വർക്ക് ചെയ്യുക, അതാണ് പ്രശ്നം. പിന്നെ ഇതിനുണ്ട് 512 GB. ഇതിന്റെ പ്രശ്നം ബാറ്ററി ചേഞ്ചാണ്. ഇത് നമ്മൾ കൊടുക്കുന്ന 1200 കൊടുക്കുന്നത്. 1200 ബാറ്ററി ചേഞ്ച് ആക്കിയത്. കാരണം എന്താ, എല്ലാത്ത പീസിനും 1,500 വില ഉണ്ട്. ഒരു 300 രൂപേന്റെ ബാറ്ററിന്റെ പ്രൈസ് കുറച്ചിട്ട് കൊടുക്കുന്നത്. പിന്നെ ഇത് വരുന്നത്
ബാറ്ററി സർവീസ് തന്നെ. ഇത് 256 GB. ഇത് നമുക്ക് ഒരു 1000 രൂപ കൊടുക്കാൻ പറ്റും. 1000 രൂപ അല്ലേ? 1000 രൂപ അല്ല, 1000 ദിർഹംസ്. 1000 ദിർഹംസ്. ഇതാണെങ്കിൽ 122 ക്യാമറ ചേഞ്ച് ആണ്. ഒരു ക്യാമറ ഈ ക്യാമറ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ഇതിന് 1100 ദിർഹംസ് കൊടുക്കാൻ പറ്റും. 1100 ദിർഹംസ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് കാണാൻ സംഭവം നല്ല നീറ്റാണ് കേട്ടോ, വലിയ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ അല്ലേ? ഇതിനെല്ലാം ഓപ്പൺ ആക്കിയ പീസ്, ഓപ്പൺ ആക്കിയ പീസാണ്, അത്ര ഉള്ളൂ. ഇത് നമുക്ക് ഇതിൽ നല്ല നീറ്റ് ആൻഡ് ഗുഡ് കണ്ടീഷൻ എങ്ങനെ റേറ്റ് വരുന്നത്? ഇത് അയക്കാത്ത പീസ് 256. അതിന് ബ്ലൂ ഉണ്ട്, ഗോൾഡ് വരിക. ഈ 3 സാധനം അയക്കാത്ത പീസ് നമ്മുടെ അടുത്തുള്ളത്. ഇതിനെല്ലാം വില വെച്ചാൽ 1300 വരും. 1300, 286 അല്ലേ? ഓക്കെ, അപ്പോൾ ഇത് വേണ്ടവർക്ക് ഇത് കൊടുക്കാം. അതുണ്ട്. അല്ലാണ്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് അത് അയച്ച പീസ് ഉണ്ടോ, അതുകൊണ്ട് ഓപ്പൺ ആയിട്ട് കാര്യം പറഞ്ഞു. അയച്ച പീസ് ഇനിയും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 30 Pro Max ഉണ്ട്, 40 Pro Max ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാ മോഡലിലും അയച്ച പീസ് ഉണ്ട്. അതിനെല്ലാം പ്രൈസ് കുറച്ച് തരും. അത് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ലാന്നുള്ളൂ. വേണ്ടെന്നാണ് ഡയറക്റ്റ് കോളിയല്ല വിളിക്കാം. ഓക്കെ, വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചാലും അവരുടെ ഡീറ്റെയിൽസ് പറഞ്ഞുതരും. 12 നമുക്ക് 964, 1100 128. അതൊന്നും അയക്കാത്ത പീസ് അല്ലല്ലോ, എല്ലാം പെർഫെക്റ്റാ. അടിയിൽ വെച്ചെല്ലാം പെർഫെക്റ്റ് ആണ്. പോലെ ഇതൊക്കെ നമുക്ക് ബാറ്ററി എടുത്ത് പറയാന്നുണ്ടെങ്കിൽ ഒക്കെ കുറഞ്ഞിട്ടുണ്ടാവില്ല. അതിനുണ്ട് 79 ഉണ്ട്, 82 ഉണ്ട്, 85 എല്ലാം ഉണ്ട്. ഓക്കെ, ബാറ്ററി എടുത്ത് ഇതൊക്കെ ഇനിയിപ്പോൾ നിങ്ങൾ ബാറ്ററി എടുത്ത് നോക്കണ്ട, കാരണം ഇതൊക്കെ ഒരുപാട് പഴയ മോഡലായിരിക്കണം. അപ്പോൾ എല്ലാത്തിനും ഇതൊക്കെ അതാണ് നമ്മൾ ഓപ്പൺ ആയിട്ട് പറഞ്ഞ ബാറ്ററി ചേഞ്ച് ആണ്, ബാറ്ററി അയച്ചതാണ് ഒക്കെ. നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഓഫർ പ്രൈസ് ഉണ്ട്. ഓക്കെ, ഷബീർ ഖാന്റെ എന്താ പറയണ്ടേ യൂട്യൂബ് ചാനലില് 11 അയക്കാത്ത കുറെ പീസ് ഉണ്ട്. 11 അല്ലേ? എനിക്കിത് എനിക്ക് പറയാൻ പറ്റും എത്രക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും? എത്രക്ക് കൊടുക്കാം? എൻ്റെ അഭിപ്രായത്തിന് എത്ര കൊടുക്കാൻ പറ്റും? 128 GB 11 അയക്കാത്ത പീസ്, 3 month വാറണ്ടി, ലാസ്റ്റ് പൊട്ടിട്ട് കവർ കേബിൾ എല്ലാം കൂടിയിട്ട് എത്ര കൊടുക്കാൻ പറ്റും? എൻ്റെ അഭിപ്രായത്തിൽ കുറേ ഷോപ്പിൽ ബ്ലോഗ് ചെയ്യുന്നില്ല, എന്നാലും പറ. ഇത് നമുക്കൊരു 800 അത്രക്ക് ഉണ്ടോ? അല്ലെങ്കിൽ 700? അതിന് പറ്റൂ. നടുവ് കൊടുക്കാം, 750 കൊടുക്കാം. 750 എല്ലാം ഇൻക്ലൂഡിംഗ് ആയിട്ട് ചെയ്തു തരും. എല്ലാം ഇൻക്ലൂഡ് ആയിട്ട്. കാരണം ഇത് അയക്കാത്ത പീസാണ്. അയച്ച പീസ് ഇതിനും വില കുറച്ച് തരാം. ഓക്കെ, iPhone 11 128 ആണ്. അയക്കാത്ത പീസാണ് ഈ റേറ്റിന്. അയച്ച പീസാണെന്നുണ്ടെങ്കിൽ അയച്ചാണെങ്കിൽ ഒരു 200 150 കുറച്ച് വരും. അതിന് ഓരോ കംപ്ലൈന്റ് അനുസരിച്ചാണ്. ഡിസ്പ്ലേ ആയിട്ട് നല്ല കുറയും, ബാറ്ററി കഴിഞ്ഞാണെങ്കിൽ അതിനനുസരിച്ച് വില കുറയും, സ്ക്രാച്ചിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് വേണം 11 ബ്രാൻഡ് ന്യൂ ഉണ്ട്, 1 year നോൺ ആക്റ്റീവ്. പുതിയതാണ്, ബ്രാൻഡ് സെക്കൻഡ് അല്ല, ബ്രാൻഡ് ന്യൂ. റീപ്രൊവേഷൻ കാരണം നല്ല ഒറിജിനൽ. നിങ്ങൾക്ക് മോഡൽ നമ്പർ ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാം. അതാണ് നമ്മൾ ആ ഒറിജിനൽ എന്ന് പ്രത്യേകം പറഞ്ഞത്. എല്ലാത്തിനും ഇങ്ങനെ റീഫണ്ട് കാണിക്കും, വൈറ്റ് ബോക്സിലാണ് വരാൻ. ഓക്കെ, റീഫർബ് ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തത് എങ്ങനെ വരാന്നുള്ളത്. അതായത് നമുക്ക് ഇവിടെ ബ്ലാങ്ക് ആയിട്ടാവും, റീഫണ്ട്. ഓക്കെ, ഇത് നമുക്ക് എങ്ങനെ റേറ്റ് വരുന്നത്? അപ്പോൾ അത് നമുക്ക് ആർക്കെങ്കിലും കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 1200 കൊടുക്കാം. 1200 ബ്രാൻഡ് കൊടുക്കാം. 1 year ആപ്പിൾ വാറണ്ടി, നോൺ ആക്റ്റീവ് സാധനം. നോൺ ആക്റ്റീവ് സാധനം എപ്പോഴെങ്കിലും സിം കാർഡ് ഓപ്പൺ എപ്പോൾ നിങ്ങൾ ഓപ്പൺ ചെയ്യാൻ അന്ന് മുതൽ വാറണ്ടി സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ 64 GB ആണെന്ന് എങ്ങനെ പ്രൈസ് വരുന്നത്? 64 GB ആണെങ്കിൽ നമുക്ക് 600 രൂപ കൊടുക്കാം. 600 550 കൊടുക്കാം. ഓക്കെ, പിന്നെ പിന്നെയും പറയുന്നത് നിങ്ങൾ ഐഫോൺ X എടുക്കാൻ പോണെങ്കിൽ 500 രൂപ കൊടുക്കണം. വെറുതെ നഷ്ടമാണ്. അതിന് അപ്ഡേഷൻ തന്നിന് ഒരു 150 രൂപ കൊടുത്താൽ അപ്പോൾ ഇത് മേടിച്ചോ. അത് കിട്ടും. 11 Pro Max ഉണ്ട് ഇപ്പോൾ നിലവിൽ. 11 Pro Max ഉണ്ട്, എവിടെയും കണ്ടില്ല. 11 Pro Max ഇതൊക്കെ എങ്ങനെ റേറ്റ് വരുന്നത്? ഇതിൽ എല്ലാം ബാറ്ററി സർവീസാണ്. ബാറ്ററി സർവീസാണ്. ബാറ്ററി മാറ്റി ബാറ്ററി ഒറ്റ പീസ് നല്ല ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് റേറ്റ് തന്നെ വരുന്നത്? ഞാൻ പറഞ്ഞ നല്ല പീസിന് മാത്രം 256 GB 1350 വരും. 1350 അയക്കാത്ത എല്ലാത്തിനും വില കുറച്ച് തരും. ഓക്കെ, എല്ലാം ഇതിൽ ബാറ്ററി സർവീസ്. ബാറ്ററി സർവീസ് ഇതിൽ തന്നെ നമുക്ക് 128 ഇല്ലല്ലോ? ഇല്ല, 64 256. 64 250 ആണ്. 64 എങ്ങനെ റേറ്റ് വരുന്നത്? 64 വരുന്നത് നിങ്ങൾക്ക് ഒരു 1100 നല്ലതിന്റെ വിലയാണ്. ബാറ്ററി സർവീസ് ഒന്നും ഇല്ലാത്ത പീസ്. ഓക്കെ, 100 നല്ലതിന് ഒരു 1350 വരും. ഇതിപ്പോ എൻ്റെ അടുത്ത് ഉള്ള പറയുന്നത് എന്താ, ഒറ്റ പീസ് നല്ലില്ല. ഓക്കെ, എല്ലാം അയച്ച പീസാ. മറ്റേ ബാറ്ററി മറ്റേ സർവീസ് ഉള്ള ഡിസ്പ്ലേ മറ്റേലുള്ള നല്ല പീസിന്റെ നമ്മൾ ഓപ്പൺ ആയിട്ട് പറയും. നമുക്ക് 11 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എക്സസ് അങ്ങനത്തെ അതേപോലെ ഏറ്റവും കുറഞ്ഞ സംഭവം അതൊക്കെ പ്രൈസ് മെൻഷൻ ചെയ്യണം. വേണോ? അതൊന്നും നമ്മൾ 11 മറ്റേ എക്സസ് അപ്ഡേഷൻ ഇല്ല. അപ്പൊ അതിന്റെയൊക്കെ പ്രൈസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ വരെ നമ്പർ കൊടുക്കുന്നുണ്ട്. പിന്നെ XR-ന് വേണേൽ വില കൊടുത്തേക്ക്. XR ഇപ്പൊ നല്ല അപ്ഡേഷൻ മോഡലാണ്. XR 128 നമുക്ക് ഒരു 600 രൂപയ്ക്ക് 128 കൊടുക്കാം. 250 500 കൊടുക്കാം. XR അല്ലേ? അയക്കാത്ത പീസ് വാട്ടർ പ്രൂഫ് സാധനം. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് വേണ്ട ചില സമയത്ത് ഉണ്ടാവും iPhone 6 7 8 9. പിന്നെ അതൊരു എന്നോട് ഒരുപാട് ടൈം 6 വേണേ ഞാൻ തരാം, ഞാൻ തിരിച്ചെടുക്കൂല. ഓപ്പൺ ഒരു കാര്യം പറയാൻ അതൊന്നും അപ്ഡേഷൻ കാര്യങ്ങളൊന്നും ഇല്ല. സിം കാർഡ് ഇട്ടാൽ തന്നെ വർക്ക് നടക്കറിയില്ല.
എന്നാലും അത് നിങ്ങൾ ചെക്കിങ് വേണം. 3 months ചെക്കിങ് വേണമെന്ന് വെച്ചാൽ അപ്ഡേഷൻ ഇല്ലാത്ത മോഡൽ ഞാൻ എന്ത് 3 months വേണ്ടി കൊടുക്കണം? കാരണം ഓഫറാണല്ലോ. അതേപോലെ കുറഞ്ഞ മോഡൽസിന് നമ്മൾ വാറണ്ടി ഇല്ലല്ലോ. വാറണ്ടി നമ്മൾ കൊടുക്കും. നമ്മൾ ചെക്കിങ് വേണം 5-6 ദിവസം കൊടുക്കും. കാരണം അതിന് മേലെ കൊടുക്കാം. 100 രൂപയ്ക്ക് 150, 75, 80 റംസിനാണ് കൊടുക്കുന്നത്. എന്ത് വാറണ്ടി കൊടുക്കാൻ ബ്രോ? അതാണ്. ഓക്കെ, TRA S23 Ultra ഇത് നമുക്ക് എത്ര വാറണ്ടി വരുന്നത്? 6 മാസം ആപ്പിൾ വാറണ്ടി ഉണ്ട്. ആപ്പിൾ വാറണ്ടി അല്ല, 6 മാസം സാംസങ്ങിന്റെ വാറണ്ടിയാണ്. ഒരേ അതിൽ തന്നെ അല്ലേ. പിന്നെ ഇതിന് ഗ്രീനും ഉണ്ട്, ബ്ലാക്കും ഉണ്ട്. ഓക്കെ, ഇത് നമുക്ക് വാറണ്ടി ഉണ്ടോ? ഇതിന് 4, ഇതിന് 6. ഇതിന് 6. ഓക്കെ, ഇത് വാറണ്ടി ഉള്ള പീസാണ്. രണ്ടും സാംസങ്ങിന് തന്നെ വാറണ്ടിയാണ്. സാംസങ്ങിന്റെ നമ്മുടെ ഷോപ്പ് പോയിട്ട് ഒരു ബന്ധമില്ല. ഇങ്ങനെ തന്നെ നേരെ സാംസങ് പോകാൻ. ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ഇവിടുത്തെ ഷോപ്പ് വാറണ്ടി നമുക്ക് എത്ര മാസം കൊടുക്കാം? അത് നമ്മൾ നോർമൽ ഇല്ലാത്തതെല്ലാം 3 months തരും നമ്മളെ വാറണ്ടി. നമ്മൾ എന്തായാലും പേടിക്കാണ്ട് കണ്ടിട്ടില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ പ്രൈസ് ഒക്കെ എങ്ങനെ വരുന്നത്? അതിന് 1950, 1950. 1950 നമുക്ക് S23 Ultra കിട്ടുന്നത്. ഇതാണെന്നുണ്ടെങ്കിൽ അതും അതേപോലെ തന്നെ. ഓക്കെ, ഇപ്പൊ ഈ സാംസങ് ഒക്കെ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് മാർക്കറ്റിൽ യൂസ്ഡിന് റേറ്റ് ഉണ്ട് കേട്ടോ. അതിനെന്താ പ്രത്യേകത എനിക്കറിയാം. എന്താ? അതും കൂടി പറഞ്ഞുതരാം. അതെന്തുകൊണ്ട് അങ്ങനെ ചോദിച്ചിന് വളരെ നല്ലൊരു ചോദ്യമാണ്. ഇതിന്റെ ഡിസ്പ്ലേ എന്ന് വെച്ചാൽ ഇതിപ്പോ ഡിസ്പ്ലേ പൊട്ടിപ്പോയല്ലേ, 1,800 ഡിസ്പ്ലേ ഒക്കെ ഉണ്ട്. അതിന് സെക്കൻഡിനൊക്കെ എത്ര പറഞ്ഞ വില? 1,900 എത്ര? 1,950. ഇങ്ങനെ സാധനം ജസ്റ്റ് റിമൂവ് ചെയ്തിട്ട് വിറ്റാൽ 1,800 കിട്ടും. ഡിസ്പ്ലേ മാത്രം. അതാണ് ഈ സാംസങ്ങിന്റെ പ്രശ്നം. കാരണം ഈ ഡിസ്പ്ലേ മര്യാദക്ക് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ പൈസയോളം അതിൽ നിന്ന് പോയി കിട്ടും. കാരണം അതാണ് ഇതിന്റെ മെയിൻ പ്രോബ്ലം. ഡിസ്പ്ലേക്ക് ഭയങ്കര എക്സ്പെൻസീവ് ആണ് അതിന്റെ. പിന്നെ അതേപോലെ തന്നെ ഈ സാധനം കണ്ടിനി, ഈ ഫോൾഡ് ഇതിനെ കൊണ്ട് കളിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താ വെച്ചാൽ ഇത് ജസ്റ്റ് ഒന്ന് കയ്യിൽ നിന്ന് വീണതിന് ബെൻഡായി പോകും. പിന്നെ സെയിൽ ചെയ്യാനും കഴിയില്ല. ഇത് മാറ്റണമെങ്കിൽ ഇതിനായിപ്പം വിൽക്കുന്നത് 1,900 ഈ സാധനം. ഫോൾഡ് 4 ചെയ്യുന്നുണ്ട്, നല്ല കിട്ടില്ല പീസ്. പക്ഷേ ഇതിന്റെ ഡിസ്പ്ലേക്ക് 2,000 രൂപ വരും. 2,000? അതാണ് ഇതിന്റെ മെയിൻ പ്രശ്നം. നീ നേരത്തെ ചോദിച്ചതിന്റെ മെയിൻ കാരണം തന്നെയാണ്. മാർക്കറ്റുള്ള വില കുറയുന്ന എന്താന്ന് വെച്ചില്ല. എന്താ ഇത്ര വില ഏകദേശം യൂസറിനും ബ്രാൻഡുമായിട്ട് ചെറിയ വ്യത്യാസമുള്ളൂ. മെയിൻ കാരണം ഇത് തന്നെയാണ്. ഡിസ്പ്ലേക്ക് ഹൈ ലെവലാണ് ഡിസ്പ്ലേക്ക് വില. അതിന്റെ പൈസ ഞാൻ നോക്കി. ഇനി ഇപ്പൊ നമ്മൾ 1,900 പറഞ്ഞ സാധനത്തിന്റെ 2,000 രൂപ ഡിസ്പ്ലേക്ക് വില ഉണ്ട്. ചിന്തിച്ചാ പോരെ നമുക്ക്. അതാണ് ഇതിന്റെ പ്രശ്നം മെയിൻ. സാംസങ് എപ്പോൾ ഇങ്ങനത്തെ സീരിയസ് എടുക്കുമ്പോൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കാൻ. സെയിൽ ആകുമ്പോൾ നിങ്ങളത് സെയിൽ ചെയ്യാൻ അതിനെക്കാട്ടും വലിയ രസം നിങ്ങൾ സെയിൽ ചെയ്യാൻ പോകുമ്പോൾ പൈസ കിട്ടുകയും ചെയ്യും. ഐഫോൺ പോലെയല്ല. അതാണ് സാംസങ്ങിന്റെ മെയിൻ പ്രശ്നം. ഇനി നമുക്ക് സാംസങ്ങിൽ ഇപ്പൊ നമ്മൾ എല്ലാ മോഡൽസും പറഞ്ഞോ? നോർമൽ ആയിട്ട് പറഞ്ഞത് ഇത് രണ്ടും സെയിം പ്രൈസ് തന്നെ വരുന്നത്? അതെ അതെ. ഓക്കെ, ഇത് പക്ഷേ ഇത് 256 ആണല്ലോ. രണ്ടും 256 തന്നെ. ഇത് 512. സോറി മോനെ, അതിപ്പോ അതിന് വില കൊടുക്കേണ്ടി വരും. 512 നമ്മൾ 2,250. ഇത് 1,950, ഇത് 22,50, 2250. ഓക്കെ, ഇതിന് പ്രൈസ് കൂടുതലാണ്. ആൾക്കാരായിരിക്കും നമ്മൾ വെറുതെ പറയുന്നത്. ഇത് 512 ആണ്. ജസ്റ്റ് നമ്മൾ മാറിപ്പോയി സ്റ്റിക്കർ നോക്കാണ്ട് വന്നു പോയതാ. സ്റ്റോറേജ് കണ്ടില്ലേ? ഇത് നമുക്ക് 512 GB ആണ് വരുന്നത്. ഇതിന്റെ പ്രൈസ് ആണ് ആദ്യം പറഞ്ഞത്. ഇത് 1,956 GB. 1,900. സ്റ്റിക്കർ ശ്രദ്ധിക്കാണ്ട് പറഞ്ഞു പോയതാ. 255. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് രണ്ടും പറഞ്ഞു, ഫോൾഡ് പറഞ്ഞു. വേറെ പിന്നെ സാംസങ്ങിലുണ്ട് കുറെ മോഡൽ. S22 Ultra കൂടി പറയാം. S22 Ultra നമുക്ക് ഇത് 128 വരുന്നുണ്ട്. 1,200. 256 വരുന്നുണ്ട്. 1,400. ഓക്കെ, ആ റേറ്റും വരുന്നുണ്ട്. പിന്നെ S21, S20 സാംസങ്ങിന്റെ നോക്കാന്ന് വെച്ചാൽ ഒരുപാടുണ്ട്. വേറെ വീഡിയോ വേണം ചെയ്യാം. ഓക്കെ, ഐഫോൺ പോലെ അല്ലല്ലോ. സാംസങ്ങിന്റെ വീഡിയോ ആണെന്നുള്ള ജസ്റ്റ് ഒന്ന് കമന്റ് ഇടാൻ പറയാം. തീർച്ചയായിട്ടും നമ്മൾ അയച്ചിടാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എന്തായാലും നമ്പർ ഡീറ്റെയിൽസും വീഡിയോയിൽ കൊടുക്കാം. താങ്ക് യു ഫോർ യുവർ ടൈം.